അഴിമതി, അതുപോലെ തന്നെ ആരോപണങ്ങൾ പറഞ്ഞത്. ഈ ജാതി അഴിമതികൾ കേട്ടിട്ടുണ്ടോ? ഈ ജാതി അഴിമതി കേട്ടിട്ടുണ്ടോ? അതിന്റെ 8 ദിവസം മുമ്പ് കുരുവിള പോകുന്നത് അതും ഭൂമി കച്ചവടം തന്നെ. ആരാച്ചാറിന് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് ഭൂമി മാഫിയ, ലാൻഡ് മാഫിയ, ഭൂമി കച്ചവടം എന്ന് പറഞ്ഞ് ഇല്ലാത്ത ബഹളങ്ങളുണ്ടാക്കി കുഞ്ഞാലിക്കുട്ടിമാരും മൊഹാബുമാരും എന്നാ പറഞ്ഞത്. ഏതാ എന്റെ ഭൂമി, ഏതാ എന്റെ റിസോർട്ട് എന്നാ വന്ന് പൊളിക്ക് എടുക്ക്, അതിനു വേണ്ടി വയ്ക്കണമില്ലല്ലോ, അധികാരല്ലേ കയ്യിൽ. അന്ന് പറഞ്ഞില്ലേ റിസോർട്ട് ഉണ്ട്, അതേപോലെ തന്നെ വലിയ ബിൽഡിംഗ് ഉണ്ട്, പോപ്പുണ്ട് എന്നൊക്കെ. ഞാനിതാ പരസ്യമായിട്ട് പൊതുയോഗത്തിലാ പറഞ്ഞ ആരെങ്കിലും ഒന്ന് കേൾക്കുന്ന ഇടതുവശക്കാർ എഴുതിയിട്ട് കൊണ്ടുപോയി കൊടുത്ത്, എന്നിട്ട് വരാൻ എന്താ പറയാ, ആ യന്ത്രത്തിലെന്താ പറയാ, JCB കൊണ്ട് വരാൻ പൊളിക്കാൻ, എന്റത് പൊളിക്കാണ്ടെങ്കിൽ വരാൻ പറയും. ചെറുപ്പക്കാരൻ ചിന്തിക്കണം, എന്താ വെച്ചാൽ നുണയാണ് പറഞ്ഞത്. ഞാനൊരു റിസോർട്ട് ഉണ്ടാക്കിയില്ല, ഒരു ലോഡ്ജ് ഉണ്ടാക്കിയില്ല, എനിക്ക് പണ്ടുള്ളൂ, യാതൊരു കുഴപ്പമില്ല. എന്നാൽ ഇവിടെ ഒരുപാട് കാലം തെരഞ്ഞെടുപ്പുകളും ബാക്കിയൊക്കെ ഞാൻ പാർട്ടിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളായിരുന്നിട്ടുണ്ട്, പാർട്ടി നടത്തിയിട്ടുണ്ട്. അതിനൊക്കെ പണമൊക്കെ പിരിച്ചെടുക്കണമെങ്കിൽ ഒരു എന്താ പറയാ, ഒരു രീതിയൊക്കെ ഉണ്ട്, അതിനൊരു ലിമിറ്റൊക്കെ ഉണ്ട്. അതിന്റെ അപ്പുറം ഞാൻ പണം പിരിച്ചിട്ടില്ല, തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടില്ല എന്ന് ഞാൻ പറയില്ല. അത് നടത്തിയിട്ടുണ്ടല്ല, ആകാശത്തിന് കൊടുത്തിട്ടൊന്നുമല്ല. പക്ഷെ അതിനൊരു ലിമിറ്റ് ഉണ്ട്. ഞാൻ എന്താ പറയാ, ഞാൻ ഇതിന് പോയിട്ടില്ല. ഏത് ലോട്ടറി ഇപ്പൊ കണ്ടില്ല, എന്താണ് ലോട്ടറി രാജാവ്, അതേമാതിരിയില്ല. അതുപോലെ തന്നെ പോക്കറ് എനിക്കങ്ങൂടെ ഒന്ന് വേറെ ഒന്ന് ആ 2.5 കോടി സാനിയാഗോ മാർട്ടിൻ. ഞാൻ 8 കൊല്ലം 9 കൊല്ലം മന്ത്രിയായിരുന്നിട്ട് ഉമ്മാർ ഇത്ര വലിയൊരു മോലാലിന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അയാളെ കൂടിക്കണം. നമ്മൾ ചന്തയ്ക്ക് വാങ്ങിയിട്ട് 25,000 ഉറുപ്പിയാണ് വലിയ സംഖ്യ. നമുക്ക് ഞാനും വിളിച്ചിട്ടുണ്ട്, എത്ര അറിയോ, ഒറ്റ തവണ കൊടുത്താൽ നിങ്ങൾ ഇവിടെ കൂടിയ ആളുകളായിരിക്കും കൂടിയിട്ടുണ്ടാവും. 1000, 5000, 25,000. നമുക്ക് വലിയ സംഖ്യ 25,000 ആർക്ക്? അച്യുതാനന്ദന്റെ മാഫിയ നേതാവായ കുഞ്ഞാലിക്കുട്ടിന്റെ വലിയ സംഖ്യ 25,000. ഓന്റത് 2.5 കോടിയാണ്. ഈ വ്യത്യാസം ഓഫീസിലുള്ളത് 2.5 കോടി. സഖാക്കൾ മനസ്സിലാക്കണം, നിങ്ങളെ പറ്റിക്കായിരുന്നു. ഞങ്ങളാരും അഴിമതി ചെയ്തിട്ടില്ല. അറിയാതെ വൻ അഴിമതി ചെയ്തുകൊണ്ടിരുന്ന നിങ്ങളെ നേതാക്കളാണ്. ഇപ്പൊ നിങ്ങൾ ഗ്രൂപ്പായപ്പോൾ എങ്കിലും വിവരം അറിഞ്ഞിട്ടുള്ളൂ. ഇപ്പോഴെങ്കിലും നിങ്ങളതൊന്ന് സമ്മതിക്കണം. ഗ്രൂപ്പായപ്പോ പലപ്പോ അച്യുതാനന്ദനും അതുപോലെ തന്നെ പിണറായി 2 ഗ്രൂപ്പായപ്പോ സാനിയാഗോ മാർട്ടിന്റെ 2.5 കോടി, ദേശാഭിമാനിയിലെ ഒരു സാധാരണ ഉദ്യോഗസ്ഥൻ വാങ്ങുന്ന 1 കോടി, നേരെ അറിയാൻ 1 കോടി, നേരത്തെ അറിയണമെങ്കിൽ 2 കോടി, 2.5 കോടി. ആരാണല്ലേ പുറത്തു വന്നത്? നിങ്ങൾ ആലോചിച്ചു. ഇവരാണോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മളെ മാഫിയ, നമ്മളെ എന്ത് മാഫിയ പണിയാണ് നമ്മൾ ചെയ്തത്? ഞാൻ പറഞ്ഞില്ലേ, ചന്ദനും റിസോർട്ടും ബാക്കിയുള്ള ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇപ്പൊ നടപടിയെടുക്കണില്ല? സാധാരണ അച്യുതാനന്ദനല്ലേ അവിടെ ഇരിക്കുന്നത്? പോയി നോക്കണ്ടേ? അപ്പൊ അങ്ങനെ യാതൊന്നും ഉണ്ടായിരുന്നില്ല, യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. വെറുതെ കളവുകയായിരുന്നു, മുഴുവൻ കളവായിരുന്നു. ഞങ്ങളൊക്കെ പാർട്ടിയാണ് കഷ്ടപ്പെടുത്താൻ നടത്തുന്നത്. ചന്ദ്രികയാണ് നടത്തിക്കൊണ്ടുപോകുന്നത്. വളരെ കഷ്ടപ്പെട്ട് പിരിച്ചെടുത്തിട്ടാ, പാവങ്ങളിൽ നിന്ന് പിരിച്ചെടുത്തിട്ടാ നടത്തിക്കൊണ്ടുപോകുന്നത്. ഞങ്ങൾ എപ്പോഴും 1 കോടി പാവങ്ങളുടെ കാലം തൊട്ട് ഇന്ന് വരെ ഞങ്ങളൊക്കെ കൈകാര്യം ചെയ്ത ഈ സമയം വരെ 73-74 കൊല്ലായി തന്നെയാണ്. ഒരൊറ്റ ദിവസം നിന്നിട്ടില്ല. ജനയുവും പല പേപ്പറും നിന്നു. ദേശാഭിമാനി അടുത്ത് നിന്നിരുന്നോന്ന് എനിക്ക് അറിയില്ല. നിന്നിട്ടുണ്ടാവില്ല, അത് നല്ല തന്നെ. പക്ഷെ പാർട്ടിക്കാരെ പണം കൊണ്ടാണ് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം. നിങ്ങളെ ഭരണം ഇവിടെ കുറെ കഴിഞ്ഞു പോയല്ലോ. നിങ്ങളെ പണി തന്നെയായിരുന്നോ? കേസിലെ പ്രതി, ക്രിമിനൽ കേസിലെ പ്രതി എന്താ ഈ സഖാക്കളിനെ വഴങ്ങും പറഞ്ഞ് നടക്കുന്നത്? ഇവിടെ പ്രസംഗിച്ചോട് നടക്കുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇവരാണ് തൊഴിലാളികളോട് പറയുന്നത്, ഇവരാണ് ഇവിടെ പാവങ്ങളോട് പറയുന്നത്. ഈ പാവങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കണ്ടേ? ഈ പാവങ്ങൾ ഇനി മനസ്സിലാക്കണ്ടേ? ഇവർ ആരോപണങ്ങനെ പറയാ, പ്രസംഗം ഇങ്ങനെ നടത്തുക, എന്നിട്ട് ബ്ലേഡ് കമ്പനിക്കാരന്റെ കേസ് ഒതുക്കാൻ വേണ്ടി 1 കോടി. ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു, ഞാൻ പൊതുജീവിതത്തിൽ കുറെ കാലത്ത് എന്ത് ചെയ്യാൻ എനിക്ക് ധൈര്യം വരില്ല, എനിക്ക് ധൈര്യം വരില്ല. ആരെന്റെ അടുത്ത് ദുഃഖാശം കൊണ്ടുപോകും ഒന്നായി ഞാൻ പറയുമോ? ഒരാളെ ബസ് കയറ്റിയാലാത്ത കാറ് കയറ്റി കൂട്ടക്കൊല ചെയ്ത ഒരാളെ കേസ് ഒതുക്കാൻ വേണ്ടി 1 കോടി ഉറുപ്പിക കൈക്കൂലി തരാന്ന് പറഞ്ഞാല് പാപ്പാക്ക് പറഞ്ഞവരാണെങ്കിൽ കുഞ്ഞാലിക്കുട്ടി വാങ്ങൂല, ഉറപ്പ്. പടി പുറത്തു കിടക്കണം, പടി പുറത്തു കിടക്കാൻ ഞാൻ പറയും. യാതൊരു സംശയം വേണ്ട, അതിനുള്ള ഒരു തൊഴിൽക്കട്ട് ഇരിക്കില്ല. അതേപോലെ തന്നെ അവിടെ
ലോട്ടറി ടിക്കറ്റ് അടിച്ചടിച്ചടിച്ച് നോട്ടടിക്കണമായി ലോട്ടറി ടിക്കറ്റ് അടിച്ചിട്ട് വിൽക്കുക. അതിന് ടാക്സുമില്ല, ഉരുമാറില്ല, ഒന്നുമില്ല. അവൻ എത്ര കോഴിമണി കൊടുത്തൂടെ? കാരണം നോട്ടടിക്കാണ്, നോട്ട് തന്നെയാണ്, കള്ളനോട്ട് തന്നെയാണത്. ലോട്ടറി അടിക്കുക, വിൽക്കുക, അതിന് ടാക്സും ഇല്ല, മറ്റുമില്ല, ഒന്നുമില്ല. അവൻ ഒഴിവ് പാർക്കുകയാണ്. ഈ പറഞ്ഞ നാട്ടിൽ മദ്രാസിൽ ഒഴിവ് പാർക്കുകയാണ് പോലീസിനൊക്കെ. ഇത് ഞാൻ ചെയ്യുക ഉറപ്പ്. ഞാൻ കിട്ടുമ്പോ പോലെ എന്റെ എടുക്കാൻ അമ്മാരി ഒരു ശുപാർശയും കൊണ്ട് വന്നാൽ എണീച്ചോ, ഞാനപ്പോ ഒരു മിനിറ്റ് കൂടെ ഇരിക്കേണ്ട എണീച്ചോന്ന് പറയും. എന്നാ ഞാനത് പ്രസംഗിച്ചുകൊണ്ട് അറിഞ്ഞിരുന്നില്ല. ഇവരോ എന്താ പാവങ്ങളുടെ അപ്പോസ്തലന്മാർ, അതിന്റെ ആൾക്കാർ. എന്നിട്ട് എന്താ ഇതിന് വിശദീകരണം? ഭൂമി കച്ചവടക്കാരുന്ന് പറമ്പ് കച്ചവടം ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഇവിടെ വരണ്ട അക്കരയുണ്ടോ നിങ്ങൾക്ക് അന്വേഷിച്ചാലേ ഞാൻ നമ്മൾ വിൽക്കാത്ര പറമ്പ് ഒരുപാട് വിട്ടിട്ടില്ല. പറമ്പ് എന്റെ പറമ്പ് കച്ചവടാണ്. മുറിച്ച് ഉത്തരേന്ത്യ വാപ്പ അമ്പാദിച്ചതാണെന്ന് മാത്രമേ ഉള്ളൂ. കുറേ വിട്ടിട്ടുണ്ട്. പക്ഷെ ഇത്യാദി കച്ചവടം ഉണ്ടോ? ഏതായാലും ഇപ്പോ ഈ മന്ത്രിസഭയിലെ മന്ത്രിമാർ ഇതുപോലെ ഒരു കച്ചവടം, ഞാനാണ് മന്ത്രിയെ, ഞാൻ ഇമാരി കച്ചവടം ചെയ്യുമ്പോൾ ഇമാജിൻ ചെയ്ത് നോക്കാണ്. ഞാൻ ചെയ്യൂല. അതായത് ബിനോയ് വിളിച്ചും കുരുവിളിയും ചെയ്തമായുള്ള കച്ചവടം ഞാൻ ചെയ്യൂല. എനിക്ക് പേര് വരില്ല. അള്ളാഹ് എനിക്ക് പേടിയാണ്, ഞാൻ ചെയ്യൂല. ഇതെന്താ യാതൊരു ഇതുമില്ല. എന്നിട്ട് പ്രസംഗോ ഇതാണ് പോലെ വ്യക്തി നന്നാക്കിയാണ് പ്രസംഗിക്കുക. എന്നിട്ട് നമ്മളെ പറ്റിയൊക്കെ നന്നാക്കിയാണ് പറയാം. നമ്മളെന്താ, നമ്മൾ മുസ്ലിം ഉപ്പായിടില്ല. നമ്മളെ കൂട്ടത്തിൽപ്പെട്ട സാധാരണ ആൾക്കാർ കൊടുക്കുന്നൊരു സ്പ്രേ പൂസും. അതാണ് നമ്മളെ ഒരാളി. മനസ്സിലായി കഴിഞ്ഞു. എവിടെ ഗൾഫ് പോയിട്ട് എന്തെങ്കിലുമൊക്കെ സമ്പാദിച്ചു കൊണ്ടുവന്ന ഇവനെയാണ് ഒരു മാഫിയ ഗൾഫ് എന്ന് പറയുന്നത്. എന്നാ ഇവന്റെ മുതലാളി ചാരായ മുതലാളി. ആ തിരുവനന്തപുരത്ത് കുറിച്ച നട്ടിന്റെ പേരെ മറക്കിടുന്നതൊക്കെ ചാരായത്തിന്റെ മുതലാളിയുള്ള ജയിലിൽ കിടക്കുന്നതാണ് ഇപ്പോ. അയാൾ ആ മണിച്ചൻ മാസപ്പടി മണിച്ചൻ. ഞങ്ങൾ പോലെ തെരഞ്ഞെടുപ്പ് ഉടനാക്കിയിട്ടുള്ളോ? ഞങ്ങൾ ദുബായിലൊക്കെ അധ്വാനിച്ചു വരുന്ന KMCC ആളുകൾ, കുറച്ച് ആൾക്കാർ നാട്ടിൽ കുറച്ച് എന്താ പറയുക കച്ചവടം ചെയ്തെന്ന് കുറച്ച് കാശുണ്ടായവരുടെ അടുത്ത് പോയിട്ട് ഞങ്ങൾ 20,000 വാങ്ങും. ഇപ്പത്തെ കാലത്താണെങ്കിൽ വാങ്ങി വാങ്ങിയിട്ട് 1 ലക്ഷം വാങ്ങും. അതിന്റെ വേഗത്ത് വാങ്ങും. അങ്ങനെ കുറെ ആളുണ്ടാവും. കുറെ വാങ്ങുമ്പോൾ ഞാൻ ആവശ്യത്തിന് ഇത് ഞങ്ങൾ പഠിച്ചിട്ടുള്ളൂ. ഈ നോട്ടടിക്കുന്ന 2000 2.5 കോടി ഒന്നായിട്ട് വാങ്ങുക ഞങ്ങൾക്കില്ല. ഈ മനുഷ്യന്റെ അടുത്ത് മാസപ്പടി കൃത്യമായിട്ട് വാങ്ങുക. എന്നിട്ടോ അത് വാങ്ങിപ്പോട്ടെ, കുഴപ്പമില്ല. പുറത്തിറങ്ങിയിട്ട് നമ്മളല്ലേ മാഫിയ എന്ന് പറയുന്നത്, നമ്മളല്ലേ ഉൾമാലകൾ എന്ന് പറയുന്നത്. ഞാൻ നിയമസഭയിലൊക്കെ പൊട്ടിച്ചതിന് കാരണം ഏതാ? ഞാൻ എന്റെ പ്രസംഗം കഴിഞ്ഞ് അണങ്ങിയൊരു മൂലക്ക് അസംബ്ലിയിൽ ഇങ്ങനെ ഇരിക്കുക. ഞാൻ വേറെന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കാൻ കഴിയുന്നത്. പ്രതിപക്ഷ നേതാവ് അന്ന് അസംബ്ലി സംബന്ധിച്ച് വലിയ ഗുരുമാരായി വലിയ അടിയായി കോട്ടൊക്കെ വന്ന അതാണ് ഞാൻ പറയും. ഞാനിരിക്കുന്ന കാലത്ത് പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കാൻ കഴിയും. പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ച് 32 പ്രസംഗം തുടങ്ങി. ആദ്യം തന്നെ എന്താ മൂപ്പർക്ക് എന്തും പറയാനുള്ള ലൈസൻസാണ്. അത് ഞങ്ങളത് ഇടപെടലുമില്ല. അന്നിന്റെ നിയന്ത്രണം വിട്ടുപോയതാണ്. അന്ന് പോലെ മൂപ്പർക്ക് ഇന്നോട് കേസം തുടങ്ങി. കച്ചവടം തന്നെ നിങ്ങൾ കിടുങ്ങിയേ എന്താ ഇത് കഥ? അപ്പൊ എന്താ മാനിന്റെ ഒരു സണ്ണയിലോ മറ്റോ ന്യൂറോളജിസ്റ്റ് ഉണ്ട്. അതുപോലെ ബേബി ആസ്പത്രിയിലേക്ക് അവർക്ക് ഒരു കംപ്ലൈന്റ് ഉണ്ടോ? ഒരു ദിവസം പത്രത്തിൽ ആദ്യം വെച്ചിട്ട് പിന്നെ മാനിക്ക് കിടങ്ങി കച്ചവടമാണ്. പിന്നെ മൂന്നാമത് ഇതായിരിക്കും ഞാൻ, രണ്ടാമതാണ് ഞാൻ. പിന്നെ എന്നെ തോന്നി അല്ല ഞാൻ രാജ്യസഭത്തിരിക്കുന്ന സമയമാണ്. പിന്നെ എന്നെ തോന്നി അതായിരുന്നു കുഞ്ഞാലിക്കുട്ടി എന്താ കച്ചവടം കാണിക്കാവ് ചന്ദനം അല്ല കഞ്ചാവല്ല, അത് പോലിക്കാണ് ചന്ദനം. എന്തായാലും ഒന്നെ 2 സാധനം ഇരിക്കാൻ അത് കൂടി പോയി കഴിക്കാൻ അതായിരുന്നു ചന്ദനം. എന്താ ചെയ്യാ? അതുകൊണ്ട് എല്ലാ കാക്കാന്മാർക്കും ചന്ദന കച്ചവടം തന്നെ ഞാൻ വിചാരിക്കുന്നതാണോ? ഈ ആൻസർ കിട്ടാതെ ഞാൻ കുറെ കാലമായി ഞാൻ എന്റെ ജീവിതത്തിൽ കച്ചവടം ചെയ്തില്ല. ഉറപ്പ്. പിന്നെ ഇയാളിങ്ങനെ ചന്ദന കച്ചവടം നിങ്ങൾ ഏത് പറയാനാണ് ഞങ്ങൾക്ക് ലൈസൻസ് കൊടുത്തത്? ആളുകളും മുമ്പിലൂടെ അങ്ങനെ ചോദിക്കുന്നില്ല. അതോടുകൂടി സമ്പന്നയായി ബഹളായി വലിയ കുഴപ്പമായി നിയമസഭയിൽ. ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ ഞാൻ അദ്ദേഹത്തെ പറ്റി ആരോപണമോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പറ്റി വെറുതെ പറയുന്നത് തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് ഉള്ള ലോകത്തുള്ള നുണ മുഴുവൻ പറഞ്ഞ് രാജ്യത്ത് മുഴുവൻ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇപ്പതാ എല്ലാ നിലക്കും അഴിമതിക്കാരും നിങ്ങളാണെന്ന് ലോകത്തിൽ മനസ്സിലായി. എന്നാ കട്ടോട്ടെ
ഇതിന് കാലാവധി പൂർത്തിയാകുമ്പോൾ നമ്മൾ വരുന്ന ഉറപ്പാണ്. അപ്പോ എന്തെങ്കിലും ചെയ്യാം എന്നുള്ള തലത്തിൽ കാത്തിരിക്കണം. പക്ഷെ അതല്ലല്ലോ, ഒരു ഗവൺമെന്റ് ആണെങ്കിൽ കുണ്ടെങ്കിൽ നടക്കട്ടെ ഓട്ടുമ്പോ അത് ഉണ്ടാക്കില്ല. പനി പിടിച്ചു വരുന്നാൽ ഇമാതിരി പകർച്ചവ്യാധി വരക്കും ഒരു നടപടി എടുക്കൂല. റേഷനരിന്റെ അരിയുടെ വില കൂടിക്കൊണ്ടിരിക്കുന്നത്, അരിന്റെ വില കൂടിക്കൂടി എടുക്കാത്തൂടാ. നാട്ടിൽ മുഴുവൻ തൊഴിലായ്മ വർദ്ധിക്കുകയാണ്, കഷ്ടപ്പാട് വർദ്ധിക്കുകയാണ്, സാമ്പത്തിക ബുദ്ധിമുട്ട് വർദ്ധിക്കുകയാണ്, ഒരു പണി നടക്കുന്നില്ല. അവന് ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് സഹായിക്കും എന്നൊക്കെ പ്രസ്താവന കൊടുക്കും വ്യവസായ മന്ത്രി. അല്ലാതെ യാതൊന്നും ഇവിടെ നടക്കുന്നില്ല, ഒരു സംഗതി നടക്കുന്നില്ല. ഈ നാട്ടുപുറത്തുള്ള നിങ്ങളോട് ഞാനത് ദിവസമായി പറഞ്ഞേണ്ട കാര്യമില്ലല്ലോ. ഒരു കാര്യം നടക്കുകയാണ്, അങ്ങനെ ഒരു ഭരണമുണ്ടോ? കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട ഭരണം നമ്മുടെ MP ബാക്കിയുള്ളവരൊക്കെ ഇവിടെ വന്നു. ഇപ്പൊ MP ഒക്കെ പുതിയ MP ഒക്കെ തെരഞ്ഞെടുത്ത് പോയതാണ് നമ്മുടെ MP. എത്ര കാലമായി ഞങ്ങൾ MP-മാരെ കാണാതെ